എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 നവംബർ മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. യുഎസിന്റെ 47ാമത്തെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഡൊണാൾഡ് ട്രംപ് അല്ലെ. അപ്പൊ എത്രാമത്തെ പ്രസിഡന്റ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രാമത്തെയാണ്? 47. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എല്ലാവരും പഠിക്കണേ. 47ാമത്തെ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. അടുത്ത പോയിന്റ്, 2024 ബാലാമണിയമ്മ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? 2024 ബാലാമണിയമ്മ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ചാത്തനാത്ത് അച്യുതൻ ഉണ്ണിക്കാണ് കിട്ടിയിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിക്കാം. ബാലാമണി അമ്മ അല്ലെ, അപ്പൊ അമ്മയും അച്ഛനും അച്യുതൻ ഉണ്ണി, അമ്മയും അച്ഛനും ഉണ്ണിയൊക്കെ ഉണ്ടെന്ന് ഓർക്കാം. ഓക്കെ, അപ്പൊ ചാത്തനാത്ത് അച്യുതൻ ഉണ്ണിക്കാണ് 2024 ബാലാമണി അമ്മ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. 2024 ലോക ക്ഷീര ഉച്ചകോടിക്ക് വേദി പാരീസ് ആണ്. 2024 ലോക ക്ഷീര ഉച്ചകോടിക്ക് വേദിയായുള്ളത് പാരീസ് ആണ്. ക്ഷീരം എന്ന് പറഞ്ഞാല് പാല് അല്ലെ, അപ്പൊ പാ വെച്ചിട്ട് തന്നെ പാരീസ് ആണ് കേട്ടോ. പാരീസ് ആണ് 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി. ഇനി അടുത്തിടെ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായിട്ട് ദീപം പദ്ധതി ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം. ദീപം പദ്ധതി ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഓക്കെ, ആ പ്രദേശത്തെ എല്ലാ വീടുകളിലും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ദീപം പദ്ധതി. ആന്ധ്രാപ്രദേശ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചുവാണ്, ആന്ധ്രാപ്രദേശ്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഓക്കെ, പോയിന്റ്സുകളൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് വൺ, നമ്മൾ ഇംഗ്ലീഷിന്റെയും കറണ്ട് അഫയേഴ്സിന്റെയും കൂടിയിട്ടുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 599 റുപ്പീസ് ആണ്. അതായത് +2 ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന എല്ലാവർക്കും, അതേപോലെ തന്നെ 10th +2 ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ഫുള്ള് ഗ്രാമറും അതേപോലെ തന്നെ വൊക്കാബുലറിയും പിന്നെ MCQ, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്ലസ് കറണ്ട് അഫയേഴ്സ് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടും അതേപോലെ തന്നെ മന്ത് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യും കേട്ടോ. പറ്റുന്ന രീതിയിൽ കോഡ്സും കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്രൈസ് 599 റുപ്പീസ് ആണ്. ഇപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ ഞാനൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ജോയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. പിന്നെ അടുത്തൊരു കോഴ്സ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷും മലയാളവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ പറയില്ല ഇംഗ്ലീഷും മലയാളം ഒക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ കയറും, കൂടുതൽ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പൊ ഇതേപോലെ കറണ്ട് അഫയേഴ്സ് ഇംഗ്ലീഷും മലയാളവും കൂടിയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ പ്രൈസ് 999 റുപ്പീസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാം, +2 ലെവൽ എക്സാമുകൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു കോഴ്സ് ആയിരിക്കും കേട്ടോ. പിന്നെയുള്ളത് ആനുകാലികത്തിന്റെ കറണ്ട് അഫയേഴ്സിന്റെ മാത്രമായിട്ടുള്ള ഒരു കോഴ്സ് ആണ്, ബാച്ച് കോഴ്സ് ആണ്. അതിന്റെ പ്രൈസ് 249 റുപ്പീസ് ആണ്. ഓക്കെ, ഈ ഒരു കോഴ്സിന്റെ പ്രൈസ്. പിന്നെ നമ്മൾ സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇംഗ്ലീഷ് ബേസ് മുതൽ, ഇപ്പൊ തീരെ ഇംഗ്ലീഷ് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ബേസ് മുതൽ എല്ലാ കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ഫോഴ്സ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫോഴ്സ് 2025 വേണ്ടിയിട്ടുള്ള ബാച്ച് ആണ്. ഓക്കെ, ഗ്രാമറും വൊക്കാബുലറിയും എല്ലാം നമ്മൾ അതിനകത്ത് കറക്റ്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള അഭിപ്രായം തരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് കയറാം. 65 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള കേരള സർക്കാർ പദ്ധതി വയോമിത്രം. നമ്മുടെ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു. 65 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് വയോമിത്രം. വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഒരു മിത്രം പോലെ അല്ലെ, അവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് കേട്ടോ. ഇനി റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും അധികം GST പിരിച്ചെടുക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. മഹത്തായിട്ടുള്ള രാഷ്ട്രം തന്നെയാണ് ഏറ്റവും അധികം GST പിരിച്ചെടുക്കുന്ന സംസ്ഥാനം കേട്ടോ, മഹാരാഷ്ട്ര. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സഞ്ജീവ് ഖന്നയാണ് അല്ലെ. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ചീഫ് ജസ്റ്റിസ്. അപ്പൊ അതിനകത്ത് ഒരു ജായൊക്കെ ഉള്ള ഒരു വേർഡ് തന്നെയാണ് അല്ലെ, സഞ്ജീവ് ഖന്ന. 51ാമത്തെ ആണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ. 2024 ബുക്കർ പുരസ്കാരം ലഭിച്ചുള്ള ബ്രിട്ടീഷ് എഴുത്തുകാരി ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? സാമന്ത ഹാർവിക്കാണ് കിട്ടിയിട്ടുള്ളത്. കൃതി ചോദിക്കുകയാണെങ്കിൽ ഓർബിറ്റൽ ആണ് കേട്ടോ. 2024 ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ് സാമന്ത ഹാർവി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ബുക്കർ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് ബുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം അല്ലെ. ഈ ബുക്കൊക്കെ നമ്മളിങ്ങനെ മന്ദം വായിച്ചു പോയി എന്ന് ആലോചിക്കാം. പെട്ടെന്നല്ല, ഒരു മന്ദത ഉള്ള പോലെ വായിച്ചു പോയി എന്ന് ഓർക്കാം. അപ്പൊ സാമന്ത ഹാർവിയാണ്. കൃതി ഏതാ? ഓർബിറ്റൽ.
ഓക്കെ, കൃതി ഓർബിറ്റൽ. അടുത്ത പോയിന്റ് നോക്കാം. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെ കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമാണ് പ്രോബ 3 കേട്ടോ. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെ കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമാണ് പ്രോബ 3. ഓക്കെ, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് തെളിമ. ഓക്കെ, അപ്പൊ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? തെളിമ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ് കേട്ടോ. അനധികൃത ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം അത് നമ്മുടെ കേരളം തന്നെയാണ്. അനധികൃത ഖനനം തടയാനായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. അല്ലെ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. ഓക്കെ, അപ്പൊ അവർക്കൊരു പുതിയൊരു ജീവൻ നൽകുക എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് നവജീവൻ ട്ടോ. അടുത്ത പോയിന്റ്, അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിട്ട് രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് തയ്യിബ് ഇക്രം ആണ്. ഓക്കെ, തയ്യിബ് ഇക്രം. മലയാളത്തിലെ ആദ്യത്തെ AI എൻസൈക്ലോപീഡിയ നിർമ്മിത ബുദ്ധി കേട്ടോ. അപ്പോ മലയാളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എൻസൈക്ലോപീഡിയ ഏതാണ്? അത് ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലെ, നിർമ്മിത ബുദ്ധി. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഹിന്ദി പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ, അപ്പൊ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഹിന്ദി പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഈ ക്യൂബ് ആണ്. ഓക്കെ, നമ്മുടെ ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ അല്ലേ, ആ സ്ക്വയറിന് പകരം ക്യൂബ് ആന്ന് ഓർക്കാം, ഈ ക്യൂബ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ്, കോൺഗ്രസ് ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം തായ്വാൻ ആണ്. കോൺഗ്രസ് ചുഴലിക്കാറ്റ് നാശം വിതച്ചുള്ള രാജ്യം തായ്വാൻ. കാലാവസ്ഥ വ്യതിയാനത്തിന് അനുസൃതമായിട്ടുള്ള രീതി അവലംബിച്ച് കർഷക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കൃഷി വകുപ്പ് രൂപം നൽകിയിട്ടുള്ള പദ്ധതിയാണ് കേര എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അത് ഇമ്പോർട്ടന്റ് ആണ്. കാലാവസ്ഥ വ്യതിയാനത്തിന് അനുസൃതമായ രീതി അവലംബിച്ച് കർഷക വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. കർഷക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കൃഷി വകുപ്പ് രൂപം നൽകിയിട്ടുള്ള പദ്ധതി ഏതാണ്? കേരയാണ്. വിയറ്റ്നാം ഇന്ത്യ ഉഭയകക്ഷി സൈനികാഭ്യാസം വിൻബാക്സ് 2024ന്റെ വേദി ഏതാണ്? അംബാലയാണ്, ഹരിയാനയിലെ. ഓക്കെ, അംബാല. അപ്പൊ വിൻബാക്സ് 2024 ഇന്ത്യയും ഏത് രാജ്യം തമ്മിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വിയറ്റ്നാം ആണ്. ഓക്കെ, വിയറ്റ്നാമും ഇന്ത്യയാണ്. അപ്പൊ വിൻബാക്സിനകത്ത് വിയറ്റ്നാം, വി ഫോർ വിയറ്റ്നാം, IN ഇന്ത്യ ആണെന്ന് ഓർക്കാം. ഓക്കെ, അപ്പൊ വിൻബാക്സ് വിയറ്റ്നാം ഇന്ത്യയും ഉഭയകക്ഷി സൈനികാഭ്യാസം അതിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ അംബാല. അംബാല ഹരിയാനയാണ് കേട്ടോ, അംബാല. നമ്മൾ പറയില്ലേ വിൻ ചെയ്തു, ഇംഗ്ലീഷിൽ വിൻ എന്ന് പറയില്ലേ, വിൻ ചെയ്തു എന്ന് പറയുമ്പോൾ അമ്പോ വിൻ ചെയ്തു എന്നൊക്കെ ചോദിക്കില്ലേ, അപ്പൊ അംബാല. അംബാല ഹരിയാന. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 36ാമത്തെ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് അബ്ദുള്ള അബൂബക്കർ ആണ്. ട്രിപ്പിൾ ജംപ് താരമാണ് കേട്ടോ, അബ്ദുള്ള അബൂബക്കർ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 36ാമത്തെ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളതാണ് അബ്ദുള്ള അബൂബക്കർ. അടുത്ത പോയിന്റ്, സ്പേസ് എക്സുമായിട്ട് പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് Hex20 ആണ് കേട്ടോ. സ്പേസ് എക്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഹെക്സ്. ഓക്കെ, സ്പേസ് എക്സുമായിട്ട് പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ആണ് Hex20. ഇമ്പോർട്ടന്റ് ആണ്. സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. ഓക്കെ, സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35 സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയിട്ടുള്ള വനിതാ താരം സ്മൃതി മന്ദാന. ഏറ്റവും കൂടുതൽ സെഞ്ചുറി കിട്ടിയിട്ടുള്ളത് സ്മൃതിക്കാണ്. സെഞ്ചുറി സ്മൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്, സ്മൃതി മന്ദാന, ഏകദിന ക്രിക്കറ്റിൽ കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം 2024 ലഭിച്ചിട്ടുള്ള ആർക്കാണ്? NS മാധവനാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, PS ചോദിക്കാതിരിക്കില്ല. അപ്പൊ 2024 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കാണ്? NS മാധവൻ. ഞാൻ ഓർത്തു വെച്ചേക്കുന്നത് കാവ്യമാധവൻ അല്ലെ, കാവ്യമാധവന്റെ മാധവൻ എന്ന് പറയുന്ന അച്ഛനല്ലേ. അപ്പൊ അങ്ങനെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് NS മാധവനാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത പോയിന്റ്, കോളിൻസ് നിഘണ്ടു 2000 വാക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ബ്രാറ്റ് ആണ്. ബ്രാറ്റ് എന്ന് പറഞ്ഞാൽ വഷളാക്കിയിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ സ്പോയിൽഡ് ചൈൽഡ് ആണ് കേട്ടോ. കോളിൻസ് നിഘണ്ടു 2024 വാക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ബ്രാറ്റ് ആണ്. ഓക്കെ, ഇനി അയിത്ത ജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് മന്നത്ത് പത്മനാഭൻ നയിച്ചിട്ടുള്ള
സവർണ ജാതിക്ക് 2024 എത്ര വർഷം തികയുന്നു? 100 വർഷമാണ് കേട്ടോ. അടുത്ത പോയിന്റ്, ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമം ഉജ്ജാർ ഉളവാറാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിലെ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമം ഏതാണ്? ഉജ്ജാർ ഉളവാർ. ഓക്കെ, നമ്മൾ സാധാരണ ഈ സർവേക്കൊക്കെ പോകുമ്പോൾ ക്ഷീണിച്ചിട്ട് ജാറിന്ന് വെള്ളം കുടിക്കുന്നൊക്കെ ഓർക്കാം. ഇത് ഡിജിറ്റൽ സർവേ ആണ് കേട്ടോ. ഉജ്ജാർ ഉളവാർ. ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 176 176 കേട്ടോ. പ്രകൃതി സംരക്ഷണ സൂചികയിൽ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 176. ഒന്നാം സ്ഥാനത്തുള്ളത് ലക്സംബർഗ് ആണ്. ഓക്കെ, പ്രകൃതി എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ലക്ഷം എന്നുള്ള രീതിയിൽ ലക്സം എന്നുള്ളത് എടുക്കുക അല്ലെ, ലക്സംബർഗ്. രണ്ടാം സ്ഥാനത്തുള്ളത് എസ്റ്റോണിയ ആണ്. സ്റ്റോൺ ഒക്കെ ഉണ്ട്, പ്രകൃതി എന്ന് പറയുമ്പോൾ സ്റ്റോൺ ഉണ്ടെന്ന് ഓർക്കാം. മൂന്നാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്ക് ആണ് കേട്ടോ. 2024 UN ജൈവ വൈവിധ്യ ഉച്ചകോടിയുടെ COP16 വേദി കാലിയാണ്. 2024 UN ജൈവ വൈവിധ്യ ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ളത് കാലി, കൊളംബിയയിലാണ് കേട്ടോ. ഓക്കെ, ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യം. ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അനന്യം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ്. ഇനി ഓപ്പൺ AI ഈയിടെ അവതരിപ്പിച്ചിട്ടുള്ള സെർച്ച് എഞ്ചിൻ ചാറ്റ് GPT സെർച്ച് എഞ്ചിൻ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. ചാറ്റ് GPT സെർച്ച് ആണ്. അപ്പൊ ഓപ്പൺ AI ഈയിടെ അവതരിപ്പിച്ചിട്ടുള്ള സെർച്ച് എഞ്ചിൻ ഏതാണ്? ചാറ്റ് GPT ആണ്. ക്ഷയരോഗ മുക്തമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുന്ന ഏത് വർഷമാണ്? 2025 കേട്ടോ. പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന്റെ വേദി ന്യൂഡൽഹി ആണ്. പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹി. രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പ് ഏതാണ്? സൂപ്പർ ആപ്പ്. രാജ്യത്തെ റെയിൽവേ സേവനങ്ങൾ അല്ലെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പാണ്. നല്ല സൂപ്പർ ആയിട്ടുള്ള ആപ്പാന്ന് ഓർക്കുക അല്ലെ, സൂപ്പർ ആപ്പാണ്. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയർ ആണ് കെയർഈപ്പ്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയർ ചോദിക്കുകയാണെങ്കിൽ അത് കെയർഈപ്പ് ആണ്. അതേസമയം റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പ് ചോദിക്കുകയാണെങ്കിൽ സൂപ്പർ ആപ്പ് ആണ് അല്ലെ. പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന്റെ വേദി ന്യൂഡൽഹി. ക്ഷയരോഗമുക്തമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുന്നത് 2025 ഓപ്പൺ AIയുടെ അവതരിപ്പിച്ചുള്ള സെർച്ച് എഞ്ചിൻ ചാറ്റ് GPT. ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കിയുള്ള പദ്ധതി അനന്യം. 2024 UN ജൈവ വൈവിധ്യ ഉച്ചകോടിക്ക് COP16 വേദി കാലിയാണ്, കൊളംബിയ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176 ആണ് കേട്ടോ. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം 2024 ലഭിച്ചിട്ടുള്ളത് NS മാധവനാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കറന്റ് അഫയേഴ്സിന്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. January 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ 30 പേർക്ക് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞേക്ക്. നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്.